ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA. അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ 10-അംഗ NIA സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 15. ഇതിനിടെ സ്ഫോടനത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിഗ്നലിന് പിൻവശത്തെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. സ്ഫോടനത്തിന് പിന്നാലെ ക്യാമറകൾ പ്രവർത്തനരഹിതമായി. സ്ഫോടനത്തിൽ 3 ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെയും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെയും അന്വേഷണം പുരോഗമിക്കുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് സർവകലാശാല, ജമ്മു കശ്മീരിലെ പുൽവാമ, ഉത്തർപ്രദേശിലെ സഹാരൻപൂർ എന്നിവിടങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ്. ഡോക്ടർ ഉമർ നബിയും ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഡോക്ടേഴ്സായ മുസമ്മിൽ, ഷഹീൻ, ആദിൽ എന്നിവരുമായി ബന്ധപ്പെട്ട 15ഓളം പേരാണ് അറസ്റ്റിലായത്. ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കസ്റ്റഡിയിലുണ്ട്. ശ്രീനഗറിൽ നിന്ന് ഫരീദാബാദ് സംഘവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ തജാമുൽ അഹമ്മദ് മാലിക്, ഹരിയാന മേവാത്ത് മേഖലയിലെ മതപ്രഭാഷകൻ മൗലവി ഇഷ്തിയാഖ്, താരിഖ് എന്നയാൾക്ക് കാർ വിറ്റ ഫരീദാബാദിലെ റോയൽ കാർ സോൺ ഡീലർ എന്നിവരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. NIA അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചു. ഡൽഹി, ജമ്മു കശ്മീർ പോലീസ് കേസ് ഫയൽ NIAക്ക് കൈമാറും. അതേസമയം ജെയ്ഷെ മുഹമ്മദിനപ്പുറം കൂടുതൽ ഭീകര സംഘടനകൾക്ക് ഫരീദാബാദ് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. സ്ലീപ്പർ സെല്ലുകൾ കേന്ദ്രീകരിച്ച് രാജ്യവ്യാപക അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ജമ്മു കശ്മീരിൽ സോപ്പോർ, കുൽഗാം എന്നിവിടങ്ങളിലായി 230 ഇടങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.